നീണ്ട 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 96 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം. ഏവർക്കും സ്വാഗതം. അല്ല മടക്കയാ ചേട്ടനവിടെ? ആര്? നമ്മുടെ പോഞ്ഞിക്കരയോ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു. ഓരോരുത്തന്മാർ വയറ് വാടക വന്നിരിക്കുക. എനിക്ക് തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടോ? കല്യാണം വേണോ വേണ്ട. എവിടെയായിരുന്നു? നിന്നെ കുറെ കാലായല്ലോ കണ്ടിട്ട്. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷെയ്ഖ് അബ്ദുള്ള. ഈ അബ്ദുള്ളയുടെ ഇടങ്കയ്യാണ് ഞാൻ. ഇടങ്കയ്യോ? അവിടെ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. എന്റെ കാശുകൾ താസാബ്ജി. മിസ്റ്റർ പോജിക്കര, ഈ ടാക്സിക്കാരൊന്ന് സെറ്റിൽ ചെയ്യൂ. ടാക്സി ചാർജും വ്യക്തി ചാർജും എല്ലാം കൂടെ കൂട്ടി 33,500 ഓക്കെ അല്ലേ? നിന്നോട് ഞാൻ ഈ തകരപ്പെട്ടിയുടെ വിലയൊന്നല്ലല്ലോ ചോദിച്ചേ. മിസ്റ്റർ ധർമ്മേന്ദ്ര, വെറുതെ വെക്കല്, നമുക്ക് സെറ്റിൽ ചെയ്യാതെ. സുഖമാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ നെഞ്ചു താഴെ നല്ല സുഖല്ലേ? നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെ? എനിക്ക് തോന്നുന്നില്ല അല്ലേ? എണീക്കടാ. അല്ലെങ്കിൽ വേണ്ട, എണീക്കാം. എന്റെ അമ്മേ, ഈ കുരിപ്പിന് മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാ? മുടിഞ്ഞ വെയിറ്റാട്ടോ. അത് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കെല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? എന്നാ നമുക്ക് ക്ലോസറ്റിലൊരു ഫോട്ടോ എടുത്താലോ? ഇതിലേക്ക് ഞാൻ വഞ്ചിച്ചു. സാർ ഇത് കേട്ടില്ലേ? അത് അവൻ കഞ്ചാവടിച്ച് പറയുന്നതാ. നീ അതങ്ങ് വെട്ടുകളാ. എന്ത് പറ്റി? സുരേഷ് ഗോപയുടെ ബാധ കയറിയോ? പഴയ പോലെ ടൂർണമെന്റും കളിയൊക്കെ ഉണ്ടോ പാപ്പ? എന്നാ ചെയ്യാനാളവേ? അവൾ പോയതിനു ശേഷം ഹൈറേഞ്ചിൽ കളിയൊന്നുമില്ല. പിന്നെ നടുവേദന ആയതുകൊണ്ട് കളിക്കും ഒരു സുഖമില്ല. ഇടാ, നിനക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മുടെ പഴയ ജാനൂര്. ഏത്? നമ്മുടെ വിഷുക്കണിയാ? അതല്ലടാ, നിന്റെ പഴയ ലൈന്. അവനൊരു മാറ്റൂലല്ലോടാ.
സ്വന്തം ഭാഷ ചെയ്യേണ്ട കുറച്ചൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു മടുത്ത്. ഓ, അവളുടെ ഒരു പത്രാസ് നീ അറിഞ്ഞോ? നമ്മുടെ ഷാജി പാപ്പ വന്നിട്ടുണ്ട്. അയ്യോ, അന്ന് നടുവും തന്നെ വീണ പാപ്പൻ എവിടായിരുന്നു? വേദന മാറണമെന്ന മോഹവുമായി ചെന്നുപെട്ടത് ഒരു വ്യാജ വൈദ്യന്റെ മടയിൽ. പുള്ളിക്കാരനാണെങ്കിൽ നല്ല ഫിറ്റും. കാരണം എന്താ? നല്ല എ ക്ലാസ് റം. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? ഒന്നുമില്ല. ഒടുവിൽ ഹൈറേഞ്ചിലിട്ട് മാറ്റിയ നല്ല നാടൻ ചാരായം ഒഴിച്ചു കൊടുത്തു അടിച്ചു തീർക്കാൻ. പറ്റിയില്ലടാവേ. അതിനു മുമ്പ് വൈദ്യൻ ഫ്ലാറ്റ്. നിങ്ങളിത് എന്തൊട്ട് വിടലാണ് പാപ്പ? അവിടെ പരിപാടി തുടങ്ങാറായി. നമുക്ക് വേഗം പോയാലോ? പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കാണുമ്പോഴുള്ള കൗതുകമാണ് നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകത. എല്ലാവരും നല്ല തിരക്കുള്ള ആളുകളായതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രസംഗിച്ചു ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. യച്ച്സ്മി, എന്ന ആദ്യമായിട്ട് ഞാൻ തന്നെ ഒരു പാട്ടങ്ങ് പാടാം, അല്ലേ? சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது. என்னைய சரிங்க எப்போயா சரிங்க சொடக்கு மேல அட்டா சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது. என்னைய சரிங்க எப்போயா சரிங்க சொடக்கு மேல அப்படி சொடக்கு மேல அப்படி சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது. അഭിലാഷേ 30 സെക്കൻഡ് തരൂ. തരത്തില്ലടാ. അഭിലാഷേ കഷ്ടമാണിത്. 30 സെക്കൻഡ് തരൂ. തരത്തില്ല. അടുത്തതായി നമ്മുടെ ബാച്ചിലെ പ്രധാന നർത്തകനായിരുന്ന രഘുവിന്റെ ഒരു സിനിമാറ്റിക് ഡാൻസ്. വിജന സുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ തനനം തനനം നിർത്ത്. ആ ടി വി ഒന്ന് വെച്ചേ, ഒരു പ്രശ്നമുണ്ട്. പത്തനംതിട്ടയിൽ ശക്തമായ മഴയും തുടരുകയാണ്. ശബരിപാതകളടക്കം പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. അവിടെ നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്കുള്ള പ്രധാന വഴിയാണ്. ഇത് പൂർണ്ണമായും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഡാമുകളെല്ലാം തന്നെ തുറന്നിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ഏതെല്ലാം സ്ഥലങ്ങൾ, അതായത് പത്തനംതിട്ട ഒരു റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഏകദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവിടേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും ഇല്ലാതിരിക്കുന്നു. റോഡുകൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. എന്റെ കാശിക്കട് താസാബ്ജി, എനിക്ക് തിരിച്ച് മുംബൈക്ക് പോട്ടെ. ആളുകളെല്ലാം വെള്ളത്തിനിടയ്ക്ക് കിടക്കുമ്പോഴാ അവന്റെ ഒരു മുംബൈയും ധാരാവിയും. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെല്ലാവരും വെള്ളത്തിൽ തന്നെ അല്ലേ നിൽക്കണോ? താൻ ഈ വെള്ളത്തിൽ നീന്തി പോവോ? കാശ് തന്നില്ലെങ്കിൽ കുത്തി ബാലത്തിക്കളെ ഞാൻ പതി. പ്രളയമായതുകൊണ്ട് മടങ്ങിപ്പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ എല്ലാവരും അന്ന് രാത്രി അവിടെ തങ്ങുന്നു. അയ്യോ എന്താ അവിടെ പുറത്ത്. ഹോ, അവന്റെ പുറത്ത് വല്ല തേളും കുത്തിക്കാണുമടാ ഊവേ. അതല്ല, പുറത്ത് നമ്മുടെ പോഞ്ഞിക്കര. എല്ലാരും വാ, വേഗം വാ.
ഇവന് ഇതെന്താ പറ്റി? ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവാ. വാടാ. എന്നാലും നമ്മുടെ പോഞ്ഞിക്കരയെ പേടിപ്പിക്കാൻ മാത്രം ഇവിടെ ആർക്കാ ധൈര്യം? ഒന്നാമത് ബുദ്ധിക്കൊരു 5 വയസ്സ് കുറവുള്ള മനുഷ്യനാ. അവനെ ആരാ പേടിപ്പിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഏത് കേസും ഡമ്മിയിട്ട് തെളിക്കുന്ന മിടുക്കനായ ഒരു CBI ഓഫീസറുണ്ട്. അവൻ നിങ്ങളുടെ സീനിയറായിരുന്നു. പക്ഷേ ആ വിശ്വരൂപം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. അവനിപ്പോ എത്തും. കാണാം നമുക്ക്. വലത്തെ കുത്ത്, ഇടത്തെ കുത്ത്, നടുവിലത്തെ കുത്ത്. ഈ കുത്തിന് മാത്രം ഇപ്പോഴൊരു കുറവില്ല അല്ലേ? മിസ്റ്റർ ചാക്കോ, ഒരു ഹോള് പോലും വെറുതെ വിടരുത്. സാറേ, ഐ മീൻ ലൂപ്പ് ഹോൾ. എന്താ ശരിക്കും സംഭവിച്ചത്? പോഞ്ഞിക്കരയെ ആരോ പീഡിപ്പിച്ചു. 377 പല പല അവസ്ഥാന്തരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായ ഒരു വേർഷൻ ഇതാദ്യ. പീഡിപ്പിച്ചതല്ലടാവേ, പേടിപ്പിച്ചതാ. പീഡനമാണെങ്കിൽ ഡമ്മി നടക്കില്ല. എന്തായാലും പോഞ്ഞിക്കരയെ ഒന്ന് കണ്ടേക്കാം. പോഞ്ഞിക്കരെ, തനിക്കിത് എന്ത് പറ്റിയോടോ? വേണ്ട വേണ്ട, എണീക്കണ്ട, കിടന്നോ. അതെ, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കാൻ പറ്റില്ല. ഞാൻ പഴയ ജിംനാസിയാ. എന്നാലും ശരിക്കും എന്താ സംഭവിച്ചത്? ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്. അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. എന്ന് വെച്ച് ഇവന്റെ ഭാര്യ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കുവോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടുവോ? തന്തയ്ക്ക് നെറിയില്ലാത്ത പന്നിയുടെ മോനെ. മിസ്റ്റർ ചാക്കോ, താൻ ഇവിടെ കളിച്ചു നിൽക്കാതെ പോയി സംഭവ സ്ഥലം എക്സാമിൻ ചെയ്യടോ. ഇയാൾ എന്താടോ പിച്ചും പേയും പറയുന്നത്? ആ സംഭവത്തിന് ശേഷം ഇവൻ ഇങ്ങനെയാ. വട്ടായെന്ന് വെച്ച് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. മിസ്റ്റർ പോഞ്ഞിക്കര, താങ്കൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് വൈകിട്ട് ശരിക്കും എന്താ ഉണ്ടായത്? അവിടെ വന്നപ്പോ അവിടെയും കണ്ടു, ഇവിടെ വന്നപ്പോ ഇവിടെയും കണ്ടു. ഡബിളാ, ഡബിൾ. എല്ലാം ഉണ്ട് ആൾക്കാരാ. ഗുരുവായൂരപ്പനും നിങ്ങളും എല്ലാം ഉണ്ട് ആൾക്കാരാ. സാറേ, ഒരു പ്രത്യേക സാറേ, സംഭവ സ്ഥലത്ത് നിന്നും ഒരു പ്രത്യേക കാൽപ്പാടും ആട്ടിന്റെ കുറച്ച് പൂടയും ചാരയും അല്ലാതെ വേറൊന്നും കിട്ടിയില്ല. ആട്ടിൻ രോമവും ചോരയുമോ? ഇനി നമ്മുടെ തോമാച്ചൻ വല്ലതുമാണോ? പാടിക്കുളിക്കും പരൽമീ കണ്ണുള്ള പെണ്ണേ കാക്കക്കറുമ്പി മാടി വിളിക്കും മാറത്തെ മാമ്പുള്ളി ചുണങ്ങ് പുള്ളി ചുണങ്ങ്. ഈ കാൽപ്പാട് കണ്ടിട്ട് മനുഷ്യന്റേതാണെന്ന് പോലും തോന്നുന്നില്ല. ഇനി ഇങ്ങേര് വല്ല പ്രേതത്തെയും കണ്ട് പേടിച്ചതാണോ? സാറ്, ഇവിടെ മനുഷ്യന്മാരുടെ കേസ് തന്നെ തെളിയിക്കാൻ പറ്റുന്നില്ല. അവിടെ സരിതയൊക്കെ ഇപ്പോഴും ക്യൂവില. അപ്പോഴാണോടെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ. നമുക്ക് ഈ കേസ് വിടാം സാർ. ശരിയാ, എനിക്കും അതാ തോന്നുന്നത്. ചാക്കോ, ഫോളോ മീ. അടുത്ത് തന്നെ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ അടുത്ത ഒത്തുചേരലിനായി അവർ പിരിയുന്നു. അപ്പോ നമ്മുടെ പോഞ്ഞിക്കരയുടെ കാര്യമാ. അവനെ എന്റെ ഫ്രണ്ടായ ഡോക്ടർ സണ്ണിയെ ഒന്ന് കാണിക്കാം. എല്ലാം പൂട്ടിയിട്ടുണ്ട്. താക്കോൽ കളയരുത് കേട്ടോ. പണ്ടൊരിക്കൽ മരുന്ന് ടെപ്പിയിലിട്ട് ഞാൻ പെട്ടതാ. അപ്പൊ ശരി, കാണാം. ഇവന്മാർ ഈ ടച്ചിങ്സ് ഒക്കെ എവിടെ കൊണ്ട് വെച്ചേക്കുന്നു?
ദേ ഇവിടെ നോക്കാം. അയ്യോ എന്റെ കണ്ണ്, ആരെങ്കിലും ഒന്ന് വരണേ, കണ്ണിൽ പൊടി വീണേ. എന്താ അതിക്രമ അവരീ കാണിക്കണേ? അയ്യേ, ഇവർക്ക് ഇതൊക്കെ അടച്ചിട്ടിട്ട് ചെയ്തൂടെ? അയ്യേ, എന്തുട്ട് സാധന അത്? ഇതൊക്കെ ആരെവിടെ കൊണ്ടുവച്ചേ? ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണ്. മുടി വെക്കാൻ പോകുന്നത്